പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. പാടത്ത് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സംസ്ഥാനത്ത് വീണ്ടും ഒരു ഷോക്കേറ്റ് മരണം ഉണ്ടായിരിക്കുന്നു. വയോധികനായ മാരിമുത്തു കൊടുമ്പ് ഓലശ്ശേരി പാളയം സ്വദേശിയാണ്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് ഈ പാടത്തേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രദേശവാസികളായ ആളുകളുണ്ട്. എന്താ സംഭവിച്ചത്? കാലത്ത് അയാളുടെ തൊഴിൽ തേങ്ങ മുറുക്കാൻ കാലത്ത് നേരത്തെ 6 മണിക്ക് പോകുമായിരുന്നു. 6 മണിക്ക് ഒരു ട്രിപ്പ് എടുത്തുകൊണ്ട് വന്നു. സെക്കൻഡ് ട്രിപ്പ് പോകുന്ന സമയത്തായിരുന്നു ലൈൻ അവിടെ ഷോർട്ടായി വീണ് കിടക്കണമായിരുന്നു. മുപ്പത് അറിയാണ്ട് കാല് വയ്ക്കുക എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇവിടെ തിരിച്ച് വീട്ടിലെത്താത്തതുകൊണ്ട് പെങ്ങമ്മ തിരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നാട്ടുകാരനെ അറിയിച്ചു, അതിനെ ഞങ്ങൾ പോലീസ് അറിയിച്ചു. അങ്ങനെ സംഭവിച്ചായിരുന്നു. ഈ മോട്ടോർ പരയുടെ ലൈൻ ഒരു ടച്ചിങ് ഒപ്പം ലൈൻ ഒരു ഇതുണ്ടായിരുന്നു. അതൊരു അറ്റ് വീണായിരുന്നു. കാറ്റും മഴ. അതായത് ഇദ്ദേഹം പാടത്ത് 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് 9 മണിയോടുകൂടി കാണാതായതോടുകൂടി നാട്ടുകാരും വീട്ടുകാരും നടത്തിയ തിരച്ചിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തെങ്ങിൻ തോട്ടത്തിൽ ഈ വേനൽക്കാലത്തും മറ്റും നനയ്ക്കാൻ ഉപയോഗിക്കുന്ന മോട്ടോർ പരയാണ്. ഇതിൽ ഉള്ള ഈ ലൈൻ കമ്പിയാണ് പൊട്ടി വീണിരുന്നത്. ഇത് വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായത്. ഇദ്ദേഹം ഈ കാലങ്ങളായി കർഷകനാണല്ലേ? കർഷകൻ തന്നെ. അവർ ഇപ്പം കൊടുമ്പ് മേഖലകളിൽ കർഷകർ കൂടുതലാണല്ലോ. അവർ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഒന്ന് കർഷക സ്ഥലം സന്ദർശിക്കാനും അതുപോലെ തേങ്ങ എന്തെങ്കിലും വീണ്ടെടുക്കാനുമായിട്ട് വരും. സ്വാഭാവികമായിട്ട് അതുപോലെ വന്നു തന്നെയാണ്. ലൈന് അന്നേരം ശക്തമായ മഴയും കാറ്റുമാണ് കൊടുമ്പ് പ്രദേശത്തൊക്കെ ഉണ്ടായത്. അതിൽ തെങ്ങിൽ മുട്ടിയിട്ട് ഒരു ലൈന് തട്ടി താഴെ വീണിട്ടുണ്ടായിരുന്നു. അത് മൂപ്പര് ശ്രദ്ധിച്ചിട്ടില്ല. ഒരിക്കലും വന്ന് തേങ്ങയൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ആൾ പോയതാണ്. പിന്നെ രണ്ടാമത് ചാക്ക് എടുത്തിട്ട് പോകുമ്പോഴാണ് സംഭവിച്ചത്. ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ തന്നെയാണ്? അദ്ദേഹത്തിന്റെ തോട്ടം തന്നെയാണ്. ഈ മോട്ടോർ പരയിലേക്ക് കണക്ട് ചെയ്ത കേബിളാണ് പോകുന്ന മെയിൻ ലൈനാണ് പൊട്ടിയിരിക്കുന്നത്. എന്താ ഈ KCB ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് പറഞ്ഞത്? KCB പറഞ്ഞ് അവർ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം വലിച്ചു കെട്ടിയതാണ് ഇത്. കാരണം അവിടെ വരഞ്ഞത് കാരണം കമ്പി ദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് ലോഡ് 2-3 മട്ട വീഴുകയും ചെയ്തു. വീഴുമ്പോൾ ഇത് വലിഞ്ഞ് അങ്ങനെ വീണതാണ് ഈ പ്രശ്നം. പറയുന്നില്ല. ബോഡി ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകണം. മൃതദേഹം ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ഇത് വിശാലമായ പാടശേഖരവും അതോടൊപ്പം തന്നെ തെങ്ങും തോപ്പുമുള്ള ഒരു കാർഷിക മേഖലയാണ്. ഇവിടെയാണ് ഈ മാരിമുത്തു എന്ന 72-കാരൻ ഈ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്.